ശ്രീമദ് ഭാഗവതത്തിൻ്റെ അനേകം മഹിമകളിൽ ഒന്ന്. ഭാഗവതത്തിലെ ഓരോ ശ്ലോകത്തിലും ഭാഗവതം പൂർണ്ണമായി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം ഒരുപക്ഷെ ലോകത്തിലുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം ലോകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളൊന്നും എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പരിചയപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതം പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായത് ഭാഗവതത്തിലെ ഓരോ ശ്ലോകത്തിലും എന്തുണ്ട്, ഭാഗവതം പൂർണ്ണമായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഭാഗവതത്തിലെ ഏതെങ്കിലും ഒരു ശ്ലോകം എന്ത് ചെയ്താൽ മതി, പഠിക്കുക. അത് എന്നും ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് നിരന്തരമായ ആ ഏക ശ്ലോക ഉപാസന കൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ പ്രസാദം നേടാൻ സാധിക്കും എന്നാണ് ഇത്രയും കാലത്തെ ഒരു ചെറിയ ഭാഗവത പരിചയം കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെ ഭാഗവതത്തിൽ ഒരു ശ്ലോകമാണിപ്പോൾ ചൊല്ലിയത്. ഈ ശ്ലോകം എവിടെയാണെന്ന് പറഞ്ഞതില്ല, ഇനിയൊക്കെ സംഖ്യ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ 4, 9, 11 ഇനിയൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. 4, 9, 11 എടുത്തോളൂ. ഇത്രയേ പറയട്ടു. ഭാഗവതം പരിചയപ്പെട്ടവരോട് ഈ 3 സംഖ്യ പറഞ്ഞാൽ. ഇപ്പം 4 എന്ന് പറഞ്ഞാൽ എന്തെടുക്കും അവർ, 4ാമത്തെ സ്കന്ധമെടുക്കും. പിന്നെ 9 എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, 9ാമത്തെ അധ്യായം എടുക്കും. പിന്നെ 11 എന്ന് പറയുമ്പോൾ ആ 9ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം എടുക്കും. എല്ലാവരും എടുത്തല്ലോ അല്ലേ, എടുത്തു. അതാണ് ഈ ശ്ലോകം. ഏത്, ഭക്തിം മുഹു പ്രവഹതാം തുയി മേ പ്രസംഗോ ഭൂയാദനന്ദ മഹദാമമലാശയാന യേനാഞ്ജസോൽബണമുരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്ത. ഇത് ഭാഗവതത്തിലൊരു ആശയമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നോക്കാം അല്ലേ. ഭക്തിം മുഹു പ്രവഹതാം തുയി മേ പ്രസംഗോ ഭൂയാത്. എനിക്ക് പ്രസംഗമുണ്ടാവണം എന്നാണ് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എന്തുണ്ടാവണം, പ്രസംഗമുണ്ടാവണം. പ്രസംഗമുണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എനിക്ക് പ്രകരുഷേണ സംഘം ഉണ്ടാവണം. സംഘം എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട് എന്നർത്ഥം. എനിക്ക് നല്ല കൂട്ടുകെട്ട് വേണം എന്നാണ് ഒരു മഹാത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ഭക്തിം മുഹു പ്രവഹതാം. എനിക്ക് ആരോടാ കൂട്ടുകെട്ട് വേണ്ടത്, ഭക്തിം മുഹു പ്രവഹതാം. ആരുടെ ഹൃദയത്തിലാണോ ഭക്തിയാകുന്ന ഗംഗ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ചില മഹാത്മാക്കളുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും, ഭക്തിയാകുന്ന ഒരു ഗംഗ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പ്രവഹതാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒഴുകിക്കൊണ്ടേയിരിക്കുക. എന്തൊഴുകിക്കൊണ്ടിരിക്കുക, ഭക്തിം അല്ലേ, ഭക്തിം പ്രവഹതാം. ഭക്തിയാകുന്ന ഒരു ഗംഗ ചില മഹാത്മാക്കളുടെ ഹൃദയത്തിൽ പ്രവഹതാം, അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. മുഹു, മുഹു പറഞ്ഞാൽ എന്താ, വീണ്ടും 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 എന്നർത്ഥം. അപ്പോൾ ചില ഭക്തന്മാരുടെ മനസ്സിൽ ഭക്തിയാകുന്ന ഗംഗ എപ്പോഴും അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ട് എനിക്ക് മേ പ്രസംഗ ഭൂയാത്, എനിക്ക് പ്രസംഗമുണ്ടാവണം. പ്രസംഗം എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളികൾക്ക് പ്രഭാഷണം ചെയ്യുക എന്നുള്ളൊരർത്ഥം മാത്രമേ അറിയുള്ളൂ അല്ലേ. എന്നാൽ അങ്ങനെയല്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രകരുഷേണയുള്ള സംഘമാണ് പ്രസംഗം. സംഘം എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട് എന്നർത്ഥം. പ്രകരുഷേണയുള്ള സംഘം എന്ന് പറഞ്ഞാൽ നല്ല തരത്തിലുള്ള കൂട്ടുകെട്ട്. അപ്പോൾ ആരോടാ കൂട്ടുകെട്ട് വേണ്ടത്, നല്ലതുപോലെ ഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയമുള്ള മഹാത്മാക്കളുമായിട്ട് എനിക്ക് കൂട്ടുകൂടാൻ സാധിക്കണമേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ. അങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സംസാരമാകുന്ന സാഗരത്തിൻ്റെ മറുകരയ്ക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പം അങ്ങനെ നമ്മൾ ആ ശ്ലോകം വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ലോകത്തിൽ എന്ന് ആലോചിക്കണ്ടേ. നല്ല ഭക്തന്മാരോട് സംഘമുണ്ടാവാൻ സാധിച്ച നല്ലവരും ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുവോ? ഉണ്ട്. അങ്ങനൊരു സ്ത്രീ ഉണ്ടായിരുന്നു.
ആ സ്ത്രീയുടെ പേരാണ് ദേവഹൂതി എന്നാണ് പേര്. മനുവിൻ്റെ പുത്രിയാണ്. ആ മനുവിൻ്റെ പുത്രിയായ ദേവഹൂതിക്ക് ഒരു വലിയ നേട്ടം കിട്ടി. എന്തായിരുന്നു? ഭക്തിം മുഹു പ്രവഹതാം തുയിമേ പ്രസംഗോ ഭൂയാത്. എന്നും ദേവഹൂതി കൊട്ടാരത്തിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. വേറൊന്നും ആ അമ്മ പ്രാർത്ഥിച്ചിരുന്നില്ല. കുട്ടിയാവുമ്പോഴേ ദേവഹൂതിയുടെ പ്രാർത്ഥന അതായിരുന്നു. എന്ത്? ഭക്തിം മുഹു പ്രവഹതാം തുയിമേ പ്രസംഗോ ഭൂയാത്. ഇത് ദേവഹൂതി കൊച്ചുകുട്ടിയാകുമ്പോഴുന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എനിക്ക് നല്ല ഭക്തന്മാരുമായിട്ട് സംഘമുണ്ടാവണേ എന്ന് കൊട്ടാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷാൽ നാരദ മഹർഷി എവിടെ വന്നു? ദേവഹൂതിയുടെ കൊട്ടാരത്തിൽ വന്നു. എന്തൊരു ഭക്തിയാ അദ്ദേഹത്തിനല്ലേ! എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കും. ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ. എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചു നടക്കുന്ന വീണാപാണിയായ നാരദ മഹർഷി ഈ ദേവഹൂതിയുടെ കൊട്ടാരത്തിൽ പലതവണ വന്നു. എന്നിട്ട് അദ്ദേഹം എന്താ പറയുക? എപ്പോഴും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഭഗവൻ ഭക്തനായിരിക്കുന്ന കർദമ പ്രജാപതിയുടെ കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ദേവഹൂതിക്ക് കുട്ടിയാവുമ്പോഴേ അത് സാധിച്ച ഒരു സ്ത്രീയായിരുന്നു. പിന്നീടാണ് ദേവഹൂതിക്ക് മറ്റൊരാളുമായിട്ട് സംഘമുണ്ടായി. അത് ഭർത്താവുമായിട്ടാണ്. കർദമ പ്രജാപതി അങ്ങനെയാണ്. ഭഗവാനെ തപസ് ചെയ്ത് ഭക്തിം മോഹോ പ്രവഹതാം. അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവനും ഭക്തി കൊണ്ടങ്ങനെ നിറഞ്ഞൊഴുകുന്നൊരു മഹാത്മാവാണ് ആര്? കർദമ പ്രജാപതി. ആ കർദമ പ്രജാപതിയെ ഭർത്താവായി കിട്ടിയപ്പോൾ എന്തുണ്ടായി? പ്രസംഗമുണ്ടായി. ആരുമായിട്ട് പ്രസംഗമുണ്ടായി? തൻ്റെ ഭർത്താവുമായിട്ട് പ്രസംഗമുണ്ടായി. ഇത്രയും ഭക്തനായ യോഗിയായ ഒരു മഹാത്മാവിൻ്റെ കൂടെ എത്രയോ കാലം ജീവിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ദേവഹൂതിക്ക് ശരിക്ക് ഭഗവാനെ തന്നെ പുത്രനായിട്ട് കിട്ടിയത്. ഈ മഹത്സംഗം സ്വതവേ ദുരന്വയമാണ് എന്ന് പറയും. കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ദേവഹൂതിക്ക് നാരദ മഹർഷിയെ കാണാൻ കഴിഞ്ഞു. ഭക്തനായ തൻ്റെ കർദമ പ്രജാപതിയുടെ കൂടെ കുറേ കാലം ജീവിക്കാൻ കഴിഞ്ഞു. പിന്നെ ഏറ്റവും നല്ല മഹത്സംഗം എന്താണെന്നറിയോ? ഭാഗവതം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും നല്ല മഹത്സംഗം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ ദേവഹൂതിക്ക് അതും സാധിച്ചു. ആ അമ്മയുടെ ഭാഗ്യം നോക്കൂല്ലേ, സാക്ഷാൽ ഭഗവാനെ തന്നെ കപിലൻ എന്നുള്ള പേരിൽ തൻ്റെ പുത്രനായിട്ട് കിട്ടി. കപിലവാസുദേവർ ആ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അറിവുള്ളവർ, ചിന്തകന്മാരും ഒക്കെ ദിവസേന ആരെ വന്ന് കാണും? ഈ കപിലവാസുദേവരെ വന്ന് കാണും. പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും, സംശയ നിവൃത്തി വരുത്തും. ഇതൊക്കെ അമ്മ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ ദേവഹൂതിക്ക് തോന്നി, എനിക്കും ഇതുപോലെ എന്ത് ചെയ്യാം, ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് കരുതി ഭഗവാനെ വീണ് നമസ്കരിച്ചു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന കപിലോപദേശം തുടങ്ങുന്നത്. 9 അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവതത്തിൽ ഈ കപിലോപദേശം വർണ്ണിക്കുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഭഗവാൻ പറഞ്ഞത്, എന്തെല്ലാമാണ് ആ ദേവഹൂതി ചോദിച്ചത് എന്ന് നമ്മൾ നല്ലതുപോലെ ഭാഗവതം വായിച്ചു പഠിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ആ അമ്മ ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് ഈ എങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഉപദേശത്തിലെ ഒന്നാമത്തെ ശ്ലോകം തന്നെ എന്താ? ചേതഃ ഖല്ലുസ്യ ബന്ധായ മുക്തയേ ജന്മനോമതം. അപ്പം ഇതാണ് കപിലോപദേശത്തിലെ ആദ്യത്തെ മന്ത്രം. ചേതഃ പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാണ് ബന്ധത്തിനും അതുപോലെ തന്നെ മോക്ഷത്തിനൊക്കെ കാരണം. അവിടെ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഗ്രന്ഥത്തിലേക്ക് വല്ലാതെ നോക്കണ്ട. ഈ ഗ്രന്ഥം കയ്യിലുള്ളവരെപ്പോഴും അതിലിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പറയണത് കേട്ടിരുന്നാൽ അത് വേണമെങ്കിൽ മടക്കി വെച്ചോളൂ, അത് വേണമെങ്കിൽ മടക്കി വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറയണത് കേട്ടിരുന്നാൽ. അപ്പം ഇവിടെ ഈ ദേവഹൂതിയോട് ആദ്യമായിട്ട് ഭഗവാൻ പറഞ്ഞത് എന്താണ്? ചേതഃ ഖല്വസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം. ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ്. നമ്മളുടെ ചേതസ്സാണ് ബന്ധത്തിനും മുക്തിക്കും കാരണം. അതെങ്ങനെയാണ് ഒരേ മനസ്സ് മുക്തിക്കും ബന്ധത്തിനും കാരണമാവാനെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അഹം മമാഭിമാനോത്തൈഹി കാമലോഭാദിവർ മലൈഹി വീതം യഥാ മന ശുദ്ധം അദുഃഖം അസുഖം സമം. മനസ്സ് അദുഃഖമാവണം, അസുഖമാവണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ദുഃഖവും ഉണ്ടാവേണ്ട, സുഖവും ഉണ്ടാവേണ്ട. സുഖദുഃഖങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ മനസ്സിനുണ്ടാവുന്ന അവസ്ഥയ്ക്കാണ്
സമാവസ്ഥ എന്ന് പറയുന്നത്. അത് നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവാൻ അമ്മയോടത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ അമ്മയ്ക്ക് എന്തൊരു സന്തോഷമായി. ദേവഹൂതി ഇങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ അമ്മയുടെ മുന്നിൽ പാലിരിക്കുന്നുണ്ട്. സാക്ഷാൽ ഭഗവാൻ കപിലമൂർത്തിയായിട്ട് മുന്നിലിരിക്കുന്നുണ്ട്. ഭഗവാന്റെ തിരുമുഖം കാണാൻ നല്ല ഭംഗിയാണ്, കണ്ണ് കാണാൻ നല്ല രസമാണ്, ഭഗവാന്റെ പാദാരവിന്ദം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം കണ്ണുകൊണ്ട് അമ്മ ഭഗവാനെ കണ്ടുകൊണ്ട് ചെവികളെ കൊണ്ട് ഭഗവാൻ പറയുന്ന ധർമ്മോപദേശങ്ങൾ കേട്ടിരിക്കുകയാണ്. ഇതൊരു ഭാഗ്യ അമ്മ ചെയ്തത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, മനസ്സെന്താവണം? അദുഃഖം അസുഖം സമം. മനസ്സ് അദുഃഖമായി അസുഖമായി സമമാവണം എന്ന് പറഞ്ഞാൽ ദുഃഖവുമില്ല സുഖവുമില്ല, മനസ്സെപ്പോഴും എന്താവുന്നു? സമാവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പോഴാണ് തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേഹേ പരം. അവിടെ തന്നെ ഭഗവാൻ ആ സാഖ്യത ഒന്നിങ്ങനെ സൂചിപ്പിച്ചു വെച്ചില്ലേ, പ്രകൃതേഹേ പരം. അപ്പോൾ തന്നെ അമ്മേ എന്ത് ചെയ്യാം? പുരുഷ ആത്മാനം കേവലം പ്രകൃതേഹേ പരം. പ്രകൃതിയുടെയും അപ്പുറത്തിരിക്കുന്ന സാക്ഷാൽ പുരുഷനായിരിക്കുന്ന ആ ഭഗവാനെ നമുക്ക് അറിയാൻ കഴിയും. നിരന്തരം സ്വയം ജ്യോതി അണിമാനം അഖണ്ഡിതം. എപ്പോഴും പ്രകാശിക്കുന്ന, സ്വയം പ്രകാശിക്കുന്ന വസ്തുവിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്, അഥവാ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും സ്വയം പ്രകാശിക്കുന്ന സ്വയം ജ്യോതിസായ ആ ആത്മാവിനെ അങ്ങനെ അമ്മയ്ക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതിനെന്താ വേണ്ടത്? നേരത്തെ നമ്മളൊരു ശ്ലോകം ചൊല്ലിയില്ലേ, ഭക്തിം മോഹോ പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാത്. അത് തന്നെയാണ് കപിലവാസുദേവൻ അമ്മയോട് പറഞ്ഞത്. എപ്പോഴും നല്ല ഭക്തന്മാരുമായിട്ട് സംഘം ചെയ്യണം. ഈ ഭക്തന്മാരെയാണ് സ്വതവേ നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയും. അപ്പോൾ ഭക്തിം മോഹോ പ്രവഹതാം എന്ന് പറഞ്ഞാൽ ആരാ? മഹാത്മാക്കളാണ് അല്ലേ? ഭക്തിം മോഹോ പ്രവഹത എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ മഹാത്മാക്കളുമായിട്ട് സംഘം ചെയ്താൽ ഭക്തിയുണ്ടാവും. അപ്പോൾ ആരാണ് മഹാത്മാക്കൾ എന്ന് അമ്മ ചോദിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, തിദിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിന അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ മയ്യനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം മൽക്കതേ ത്യക്തകർമാണ ത്യക്തസ്വജന ബാന്ധവാഃ മദാശ്രയാ കഥാമൃഷ്ടാഃ ശൃണ്വന്തി കഥയന്തി ച. ഇതൊക്കെയാണ് ആരുടെ ലക്ഷണങ്ങൾ? മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ. എന്താ അതിൻ്റെ അർത്ഥം? അവർ തിദിക്ഷയുള്ളവരായിരിക്കും. മഹാത്മാക്കളുടെ ഒന്നാമത്തെ ലക്ഷണമാണ് തിദിക്ഷ. തിദിക്ഷ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ മഹാത്മാക്കൾക്കത് സഹിക്കാനുള്ള പാരമായ കഴിവുണ്ടായിരിക്കും. കാരുണികാഃ, അവർ നല്ല കരുണയുള്ളവരായിരിക്കും. സുഹൃദഃ സർവദേഹിനാം, സർവദേഹിനാം സുഹൃദഃ, എല്ലാ ദേഹികളുടെയും സുഹൃത്തുക്കളായിരിക്കും മഹാത്മാക്കൾ. മദാശ്രയാ കഥാമൃഷ്ടാഃ, എപ്പോഴും അവർ പറയുന്ന കഥകളൊക്കെ ആരെ പറ്റിയുള്ള കഥയായിരിക്കും? മദാശ്രയാഃ, ഭഗവാൻ പറയുന്നു ഭഗവാനെ പറ്റിയുള്ള കഥകൾ മാത്രമേ ആര് പറയുള്ളൂ? മഹാത്മാക്കൾ പറയുകയുള്ളൂ. അവരുടെ നാവിൽ ഭഗവാനെ പറ്റിയല്ലാതെ വേറെ ഒരു പദവും ഒരു വാക്കും അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. കാരണം അവർ ലോകത്തെ ഭഗവന്മയമായിട്ട് കാണുകയാണ്. അപ്പം അങ്ങനെയുള്ള മഹാത്മാക്കളുടെ കൂടെ ഇരുന്നാലാണ് അമ്മേ നല്ല ഭക്തിയുണ്ടാവുക. അതുകൊണ്ടാണ് ഈ പ്രഭാഷണം തുടങ്ങുമ്പോൾ നമ്മളൊരു ശ്ലോകം ചൊല്ലി ആ ശ്ലോകം മാത്രം പഠിച്ചാലും മതി. ഭക്തിം മോഹ പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാത്. എപ്പോഴും ഹൃദയത്തിൽ ഭക്തി ഒഴുകിക്കൊണ്ട് നടക്കുന്ന മഹാത്മാക്കളുമായിട്ട് സംഘം ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്? കപിലമൂർത്തിയായ ഭഗവാൻ ആദ്യമായി അമ്മയോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഈ ഭക്തന്മാരുടെ കൂടെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഭക്തി ഉണ്ടാവുക അല്ലേ? എൽപ്പത്തൂർ നാരായണീയത്തിലും ഇതേ ആശയം പറയുന്നുണ്ട്. ധനം ധാരാളം വേണമെങ്കിൽ ധനികരുടെ കൂടെ സംഘം ചെയ്താൽ മതി. എൽപ്പത്തൂർ പറയുകയാണ് ഇതേപോലെ ഭക്തി ഉണ്ടാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭക്തന്മാരുടെ കൂടെ സംഘം ചെയ്താൽ. അതിനാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ദേവഹൂതി അത് കാര്യം നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി. അപ്പോൾ മൈത്രേയ മഹർഷി പറയുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. വിദിത്വാർത്ഥം കപിലോ മാധുരിത്ഥം ജാതസ്നേഹോ യത്ര തന്വാഭിജാത തത്വാമ്രായം യൽ പ്രവദന്തി സാഖ്യം പ്രോവാച വൈ ഭക്തിവിധാനയോഗം. ആ ഭക്തിവിധാന യോഗമാണ് അമ്മയ്ക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഭഗവാൻ പറയാണ്, അനിമിത്താ ഭാഗവതി ഭക്തി സിദ്ധേഹേ ഗരീയസി. ഗരീയസി പറഞ്ഞാൽ വലുതാണ് എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, വേറെ എവിടെയും നോക്കണ്ട, അവിടെ മാത്രം ശ്രദ്ധിക്കുക. ഭാഗവതം കേൾക്കുമ്പോൾ അതിങ്ങനെ കേട്ടിരുന്നാൽ മതി.
ഒന്നും ചെയ്യണ്ട, എഴുതേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ ഇങ്ങനെ എഴുതണത് കാണും. വാസ്തവത്തിൽ ഒന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഭഗവത് അങ്ങനെ കേട്ടിരുന്നാൽ മതി. അപ്പം ഗിരീയസി പറഞ്ഞാൽ എന്താർത്ഥം? വലുതാണ് എന്നർത്ഥം. എന്ത് വലുതാണ്? അനിമിത്ത ഭാഗവതി ഭക്തി സിദ്ധേഹേ ഗരീയസി. സിദ്ധേഹേ ഗരീയസി എന്ന് പറഞ്ഞാൽ മോക്ഷത്തിനേക്കാളും എത്രയോ 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 ഉയർന്ന ഭാവമാണ് ഏതിനുള്ളത്? ഭക്തിക്കുള്ളത്. ചിലരുടെ വിചാരം മോക്ഷമാണ് കേമം എന്നാണ്. കപിലവാസുദേവർ പറയുന്നു, അല്ലേ അല്ല, മോക്ഷമെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണ്. സിദ്ധേഹേ ഗരീയസി. അവിടെ സിദ്ധി എന്ന ശബ്ദത്തിന് മുക്തി, മോക്ഷം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം മോക്ഷത്തേക്കാൾ എത്രയോ എത്രയോ ഉയർന്ന ഒരു ഭാവതലത്തിലാണ് ഏതിരിക്കുന്നത്? ഭക്തി ഇരിക്കുന്നത്. അതെങ്ങനെയുള്ള ഭക്തിയാവണമെന്ന് ഭഗവാൻ അമ്മയോട് പറയാണ്. അമ്മയാണെങ്കിൽ ഇടയ്ക്ക് അടുത്തേക്ക് കയറി നീങ്ങിയിരിക്കും അത്രേ. ആദ്യം കുറച്ച് വിട്ടിട്ടായിരുന്നത്. അപ്പം അമ്മയ്ക്കിനി പ്രായമായതുകൊണ്ടാണോ എന്താണെന്ന് വെച്ചാൽ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അഭിലമൂർത്തിയായ ഭഗവാന്റെ ദൂരെ ഇരിക്കുകയായിരുന്നു. ബഹുമാനം കൊണ്ടാണോ എന്താണെന്നും എനിക്കത് ഇഷ്ടമില്ല. കുറച്ചു നേരം ഭക്തന്മാരുടെ കഥയൊക്കെ അങ്ങനെ കേട്ട സമയത്ത് കഥ കേട്ടുകൊണ്ടിരുന്ന അമ്മ എന്ത് ചെയ്തു? കുറച്ചും കൂടി ആരടുത്തേക്ക് നീങ്ങിയിരുന്നു? എൻ്റെ മകനല്ലേ, പുത്രനായ കപിലൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിരുന്നു. ഉണ്ണി, നീ ഇനി പറയണത് എനിക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം അമ്മ കേൾക്കാൻ വേണ്ടി ഭഗവാൻ പറയുകയാണ്, അനിമിത്ത ഭാഗവതി ഭക്തി. ഈ ഭക്തി എങ്ങനെയായിരിക്കണം അമ്മേ? അനിമിത്തയായിരിക്കണം. എന്താ ഉണ്ണി ഈ അനിമിത്ത അനിമിത്ത എന്ന് പറഞ്ഞാൽ എന്താ? അനിമിത്ത എന്ന് പറഞ്ഞാൽ അമ്മേ നിമിത്തമല്ലാത്തത് എന്നർത്ഥം. നിമിത്തയല്ലാത്തതിനെയാണ് എന്ത് പറയാം? അനിമിത്ത. സ്ത്രീലിംഗമാണല്ലേ. അനിമിത്ത എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അപ്പം നിമിത്തയല്ലാത്തത് ഏതാണോ അതാണ് അനിമിത്ത. അപ്പം നിമിത്ത പറഞ്ഞാൽ എനിക്കവിടെ മനസ്സിലാവണില്ല, നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവണത് പോലെ പറഞ്ഞു തരണ്ടേ? ഞാൻ അമ്മയ്ക്ക് മനസ്സിലാവണത് പോലെ പറഞ്ഞു തരാം, കേട്ടോളാൻ പറഞ്ഞു. ആദ്യം ഭഗവാൻ മനസ്സിലാവാത്ത മാതിരി പറഞ്ഞു. എന്ത്? അനിമിത്ത ഭഗവതി ഭക്തി സിദ്ധേർഗരീയസി ജരയത്യാശുയാഘോഷം നികീർണമനരോ യഥ. അങ്ങനെയൊന്നും പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കുറച്ചും കൂടി അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പറഞ്ഞ കാര്യത്തെ ഒന്ന് ഭാഷ മാറ്റി മൊഴി മാറ്റി പറഞ്ഞു. അതെന്തായിരുന്നു? കേട്ടോളൂ. നൈകാത്മദമ്മേ സ്പൃഹയന്തി കേചിൽ മൽപാദസേവാഭിരതാമദീഹാഃ ഏന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. കപിലോപനിഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ശ്ലോകരത്നമാണ് ആര് ചൊല്ലിക്കൊടുത്തത്? ഭഗവാൻ അമ്മയ്ക്ക് ചൊല്ലിക്കൊടുത്തത്. അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. നൈകാത്മദാമ്മേ സ്പൃഹയന്തി. അമ്മേ, ചില ആൾക്കാർക്ക് ഏകാത്മത പോലും അവരാഗ്രഹിക്കുന്നില്ല. ഏകാത്മത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവാത്മാവ് പരമാത്മാവിനോട് ചേരുന്ന ഐക്യം. അങ്ങനെയുള്ള ഐക്യമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്ന മോക്ഷം പോലും മോക്ഷസൗഖ്യേപ്യനീഹ എന്ന് ഭട്ടപാതിൽ നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ആ ഭക്തിയുടെ രസം ഉള്ളിലങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഭട്ടതിരി എന്താ നാരായണീയത്തിൽ പറയണത്? തുൽഭക്തി ആനന്ദ തുല്യ ഖലു വിഷയജുഷാം സമ്മത കേനവാസ്യാൽ. ഭഗവാന്റെ ഭക്തിയിലങ്ങനെ ആണ്ട് മുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ഗുരുവായൂരപ്പ ഈ ലോകത്തിലുള്ള മറ്റുള്ള വിഷയങ്ങളൊന്നും തന്നെ ഒരു രസവും തരില്ല എന്ന് ഭട്ടപാതിര് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കാപിലം പഠിച്ചിട്ട ഭട്ടപാതിര് നാരായണീയത്തിൽ പറയണതല്ലേ. ഭട്ടപാതിര് നല്ലതുപോലെ എന്ത് ചെയ്തു? കാപിലം പഠിച്ചു എന്ന് നാരായണീയത്തിലെ കപിലോപദേശം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം എല്ലാവരും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മോക്ഷത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തി എന്ന് പറയുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് എന്ത് വേണ്ട? മോക്ഷസൗഖ്യേ അഭി അനീഹ. അവർക്ക് മോക്ഷസൗഖ്യം പോലും വേണ്ട. പിന്നെ അവരെന്താ ചെയ്യുക? അവരോ യേ അന്യോന്യത ഭാഗവതാഃ പ്രസജ്യ മമ പൗരുഷാണി സഭാജയന്തേ. എന്താ അർത്ഥം? അവർ ഭക്തന്മാരൊന്നിച്ചങ്ങോട്ട് കൂടിയിരിക്കും. അതിലൊരാൾ കഥ പറയും. ഒരാൾ കഥ പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടി ആ ഭഗവാന്റെ കഥ തന്നെ കേട്ടിരിക്കും. അങ്ങനെ കഥയമമ്മ കഥകളത്തി സാദരം കാകുൽസ്ഥലീലകൾ
കേട്ടാൽ മതീവര. അതിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഥയാണെങ്കിലും വരാഹമൂർത്തിയുടെ കഥയാണെങ്കിലും ഇനി കാകുൽസ്ഥനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ കഥയാണെങ്കിലും ഭഗവാന്റെ കഥയാണോ അത് എത്രയെത്ര കേട്ടാലും മതി വരികയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? സഭാജയന്തേ മമ പൗരുഷാണി, എപ്പോഴും ഭഗവാന്റെ വീര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് കഥ കേട്ട് അവർക്ക് എന്ത് കിട്ടും? ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു ശ്ലോകം കേട്ടു, എന്ത്? ഭക്തിം മോഹോ പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാത്. അപ്പം നമ്മളെപ്പോഴും ഭഗവാനോട് വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അമ്പലത്തിൽ വരിക, ശ്രീകോവിലിൻ്റെ മുന്നിലൊരു ഭാഗത്ത് മാറി നിൽക്കുക, എന്നിട്ട് കൈകൂപ്പി തൊഴുത് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് എന്ത്? ഭക്തിം മോഹോ പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാ. പ്രാർത്ഥന കഴിഞ്ഞു, ഇനിയും പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ആരും ഇതൊന്നും പ്രാർത്ഥിക്കാറില്ല അല്ലേ? സ്വതവേ ആൾക്കാരൊക്കെ നിസ്സാരമായിരിക്കുന്ന ലൗകിക കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ ഭാഗവതം പറയുന്നു ഭക്തിയുണ്ടാവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഭക്തിയേക്കാൾ ശ്രേഷ്ഠമായി ഒന്നും ഭഗവാൻ പറയുന്നില്ല. ക്ഷേമായ പാദമൂലമേ പ്രവിശന്തി അകുതോ ഭയം. അപ്പം നമ്മൾ സംശയം തോന്നും, നമുക്ക് ജ്ഞാനം വേണ്ടേ? അല്ല, ഈ ഭക്തി ഇങ്ങനെ ഉണ്ടായാൽ മതിയോ? ജ്ഞാനം വേണ്ടേ എന്ന് സംശയം തോന്നില്ലേ? ജ്ഞാനത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രയത്നിക്കേണ്ട എന്നാണ് ഭാഗവതത്തിൻ്റെ സിദ്ധാന്തം. അതെങ്ങനെയാണ് അറിവ് കിട്ടുക? ഭക്തിയുണ്ടായാൽ ഭക്തിക്ക് 2 പുത്രന്മാരുണ്ട് എന്നാണ് പറയും. ഭക്തിയുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയും ഭക്തിക്ക് 2 പുത്രന്മാരുണ്ട്. അമ്മ ഉണ്ടായാലല്ലേ പുത്രന്മാരുണ്ടാവുള്ളൂ? തിരിച്ചുണ്ടാവില്ലല്ലോ, തിരിച്ചുണ്ടാവില്ല. അപ്പോൾ അമ്മ ഉണ്ടെങ്കിലേ അമ്മയിൽ നിന്ന് എന്തുണ്ടാവുള്ളൂ? പുത്രന്മാരുണ്ടാവുള്ളൂ. ഇതുപോലെ ഭക്തിയാണ് അമ്മ. ആ ഭക്തിയാകുന്ന മാതാവിൻ്റെ പുത്രന്മാരാണ് ജ്ഞാനവും വൈരാഗ്യവും. അപ്പോൾ ഭക്തന്മാർക്ക് വൈരാഗ്യത്തിന് വേണ്ടിയിട്ടോ ജ്ഞാനത്തിന് വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ല. ഭക്തന് എല്ലാ തരത്തിലുള്ള അറിവും കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദേവഹൂതിക്ക് വലിയ സന്തോഷമായി ഭഗവാൻ ആ ഭക്തിയെ പറ്റി പറഞ്ഞപ്പോൾ. അപ്പോൾ ഭഗവാൻ പറയാണ് ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിന ക്ഷേമായ പാദമൂലം മേ പ്രവിശന്ത്യകുതോ ഭയം. ഭയമില്ലാതെ ജീവിക്കണ്ടേ ഈ ലോകത്തിൽ? ഇത് തന്നെയാണ് ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, എന്ത്? ആരാണോ ഭഗവാന്റെ പാദം തന്നെ ചിന്തിച്ച് ജീവിക്കുന്നത് അവർക്ക് ഒരു തരത്തിലും എന്തുണ്ടാവില്ല? ഭയമുണ്ടാവുകയില്ല. അകുതോ ഭയം. ഒരു തരത്തിലും ഭയമില്ലാതെ ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിക്കണം. കപിലവാസുദേവർ ദേവഹൂതിയോട് മാത്രമല്ല നമ്മളോടെല്ലാവരോടും പറയുന്നു, ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിനാം ക്ഷേമായ പാദമൂലം മേ പ്രവിശന്ത്യകുതോ ഭയം. ജീവിതത്തിൽ ക്ഷേമമുണ്ടാവാൻ വേണ്ടി അമ്മേ ഈ ഭക്തിമാർഗത്തിലാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിനഃ ക്ഷേമായ മേ പാദമൂലം പ്രവിശന്തി. ആരുടെ കഥയാണ് പറയുന്നത്? യോഗികളുടെ കഥ പറയുക അത്രേ. യോഗികൾ പറഞ്ഞാൽ ആരാ? യോഗികൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ എപ്പോഴും ഭഗവാനെ യോഗശാസ്ത്രം ഉപയോഗിച്ച് സേവിക്കുന്നവരെയാണ് സംസ്കൃതത്തിൽ എന്ത് പറയുക? യോഗിന എന്ന് പറയുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു യോഗിന, ഇങ്ങനെയുള്ള യോഗികൾ പോലും ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന മേ പാദമൂലം ക്ഷേമായ പ്രവിശന്തി. എന്താ അർത്ഥം? കപിലവാസുദേവർ പറയുമ്പോൾ നമുക്കതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാം, പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, സംശയിക്കേ വേണ്ട. യോഗികൾ യോഗശാസ്ത്ര നിരതരായിരിക്കും. അങ്ങനെയുള്ളവർ പോലും എന്തിനു വേണ്ടിയിട്ടാണ് കൊതിക്കുന്നത്? എനിക്ക് ഭക്തി ഉണ്ടാവണം എന്ന് കൊതിക്കുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ ഈ യോഗശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപ്പോൾ അമ്മയ്ക്കത് പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? അഷ്ടാംഗ യോഗം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നാലല്ലേ ആ യോഗിനഃ എന്ന് പറയുന്ന ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്ക് മനസ്സിലാവുള്ളൂ? അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? ഓരോരോ പദത്തിൻ്റെ അർത്ഥം, ഓരോരോ ആശയവും അമ്മയ്ക്ക് മനസ്സിലാവണമെന്ന് വിചാരിച്ചാണ് ആര് പറഞ്ഞു കൊടുക്കണത്? ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ പിന്നീട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ യോഗശാസ്ത്രം വിസ്തരിച്ച് പറഞ്ഞു തരാം. ആ യോഗശാസ്ത്രത്തിൽ പ്രധാനമായിട്ട് അമ്മ 8 അംഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാ ഉണ്ണി?
അമ്മ ഇങ്ങനെ ചോദിക്കുക, ഉണ്ണി 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 എനിക്ക് പറഞ്ഞു തരൂ. അമ്മയ്ക്ക് എന്തൊരു ജിജ്ഞാസയാണല്ലേ. പ്രായം കുറേ ഉണ്ടെങ്കിലും ജിജ്ഞാസയാഹം, ഒരു ജിജ്ഞാസയാ അമ്മയ്ക്ക്. അപ്പോൾ ഈശ്വരൻ്റെ മുന്നിലേക്ക് വരുന്നവർക്ക്, ഭാഗവതത്തിൻ്റെ മുന്നിലേക്ക് വരുന്നവർക്ക് എന്ത് വേണം? അറിയണം അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. അതിനാണ് ഈ ജിജ്ഞാസ എന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ യോഗശാസ്ത്രത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ പ്രധാനപ്പെട്ട 8 മാർഗങ്ങളാണ്. അതുകൊണ്ടാണ് അമ്മേ അതിനെ അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത്. എനിക്ക് ഉണ്ണി ഓരോന്നോരോന്നും ഇങ്ങോട്ട് പറഞ്ഞൊരു എന്താണ്? ശരി, ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ ക്രമത്തിൽ ആദ്യം എന്ത് പറഞ്ഞു കൊടുത്തു? യമം നിയമം എന്താണെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അമ്മ മുഴുവൻ ഇരുന്ന് ഇങ്ങനെ കേൾക്കുക. എന്താണ് യമനിയമങ്ങൾ എന്ന് അറിയണ്ടേ? നമ്മളൊക്കെ അറിയേണ്ടതാണ്. യമനിയമങ്ങൾ എന്താണെന്ന് കേട്ടോളൂ. ഭഗവാനാണ് പറയണം. ഭഗവാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം യമനിയമങ്ങൾ ശീലിച്ചാൽ എന്താ ഭഗവാൻ ഗുണം പറയുന്നതെന്നറിയോ? അതാദ്യം പറഞ്ഞു തരാം. രോചനാർത്ഥ ഫലശ്രുതി എന്ന് പറയും വേദങ്ങളൊക്കെ. ഈ ഭക്തന്മാർക്ക് പ്രത്യേകിച്ച് കലിയുഗത്തിൽ എന്താ കിട്ടുക എന്നൊരു ചോദ്യം ഉണ്ടാവും അത്രേ. അപ്പോൾ അവർക്ക് കാമ്യകർമ്മങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം. സ്വതവേ ഈ കാമ്യകർമ്മങ്ങൾ നന്നല്ല എന്നാ പറയാം. എങ്കിലും കലിയുഗത്തിലുള്ള മനുഷ്യർക്ക് കൂടുതൽ താല്പര്യം എന്തിനോടായിരിക്കും? കാമ്യകർമ്മങ്ങളോട്. അപ്പോൾ അവരെപ്പോഴും ചോദിക്കും, ഇത് ചെയ്താൽ എന്താ ഫലം ഉണ്ടാവുക? അപ്പോൾ അവർക്ക് ആദ്യം എങ്ങോട്ടാണ് കണ്ടുപോവുക? ഫലത്തിലേക്കാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യമനിയമങ്ങൾ ഏത് മനുഷ്യനാണോ ശീലിക്കുന്നത്, അവൻ എന്താണോ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്, അവൻ്റെ സർവാഭീഷ്ടങ്ങളും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അത് കേട്ടിട്ടെങ്കിലും ആൾക്കാർ യമനിയമങ്ങൾ ശീലിക്കല്ലോ എന്നാവുമല്ലേ ഭഗവാൻ വിചാരിച്ചത്. കലിയുഗത്തിൽ നമ്മളെ പറ്റിയാണ് ഭാഗവതം പറയണത്. എന്ത്? ഫലത്തിലെപ്പോഴും ചിന്തിച്ചിരിക്കുന്നവരാത്. അപ്പോൾ ആ ഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടെങ്കിലും ചില ആൾക്കാർ യമനിയമം ചെയ്യുന്നതായിരിക്കാം ഭഗവാൻ വിചാരിച്ചത്. രോചനാർത്ഥ ഫലശ്രുതി എന്ന് പറയും. ഏതായാലും എന്തൊക്കെയാണ് യമനിയമങ്ങൾ എന്ന് നമുക്കൊന്ന് ഏകദേശം അറിയണ്ടേ? കേട്ടോളൂ. ഇവിടെ പറയുന്നത് ഭഗവാൻ സ്വധർമാചരണം ശക്രിയ. ശ്രദ്ധിച്ചു കേട്ടോളൂ. കേട്ടാൽ മതി, ഒന്നും എഴുതി വെക്കണ്ട, ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചു എന്ന് കേട്ടാൽ മതി. സ്വധർമാചരണം ശക്രിയ. അവനവൻ്റെ ശക്തിക്കൊത്ത് അവനവൻ്റെ ധർമ്മം നന്നായിട്ട് ആചരിക്കുക. വിധർമാച്ച നിവർത്തനം. വിധർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ദൈവാല്ലബ്ധേന സന്തോഷ. കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് സന്തോഷമായി ജീവിക്കുക. ആത്മവിച്ചരണാർച്ചനം. മഹാത്മാക്കളുടെ പാദത്തിൽ വീണ് അവരെ പൂജിക്കുക. ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തഥ. 2 ധർമ്മങ്ങളാണ് ലോകത്തിലുള്ളത്. ഒന്ന് ഗ്രാമ്യധർമ്മമാണ്, രണ്ടാമത്തേത് മോക്ഷധർമ്മമാണ്. ഒന്ന് നിങ്ങളെ കെട്ടിയിടുന്ന ധർമ്മമാണ്, മറ്റേത് നിങ്ങളുടെ കെട്ടൊക്കെ അഴിച്ചു തരുന്ന ധർമ്മമാണ്. ഏതാ വേണ്ടത്? നിങ്ങളെ കെട്ടിയിടുന്ന ധർമ്മം വേണോ, അതല്ല നിങ്ങളുടെ കെട്ട് അഴിച്ചു തരുന്ന ധർമ്മം വേണോ? അഴിച്ചു തരുന്നത് പോരെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് മോക്ഷധർമ്മം. ആ മോക്ഷധർമ്മത്തിലായിരിക്കണം നമുക്ക് താല്പര്യം. ഗ്രാമ്യധർമ്മങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ നമ്മൾ മാറി നിൽക്കണം. അടുത്തത് അമ്മയോട് പറഞ്ഞു, അമ്മേ ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ഉണ്ണി ശ്രദ്ധിക്കേണ്ടതോ പറഞ്ഞോളൂ, ഞാനതുപോലെ ചെയ്യാം. മിതമേധ്യാദനം. മിതവും മേധ്യവുമായ അദനമാണ്, ആഹാരമാണ് ശീലിക്കേണ്ടത്. പിന്നെ വിവിക്തക്ഷേമ സേവനം. കഴിയുന്നതും ആൾക്കൂട്ടത്തിൽ ഇരിക്കാതിരിക്കുക. അത് കേട്ട് നാളെ വായന കേൾക്കാൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കരുത്. എവിടെ ഏതായാലും കലഞ്ഞൂരിവിടെ എത്ര ആൾക്കാരാ, എപ്പോൾ നോക്കിയാലും ഇവിടെ നിറയെ ആൾക്കാരാണല്ലോ സപ്താഹത്തിലല്ലേ. ആൾക്കൂട്ടത്തിൽ ഇരിക്കേണ്ടെന്നല്ലേ ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് നാളെ ഇങ്ങോട്ട് വരാണ്ടിരിക്കരുതേ. തൽക്കാലം ഇവിടെ വന്നിട്ട് വായനയൊക്കെ കേട്ടോളൂ. പക്ഷേ മെല്ലെ 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 ഒരു സാധകൻ എന്ത് ചെയ്യണം? ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കണം. ഏതായാലും ഈ സപ്താഹം കഴിയുന്നത് വരെ ആൾക്കൂട്ടമായിക്കോട്ടെ അവിടെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആൾക്കാരൊന്നുമില്ലാത്ത ഏകാന്തേ സുഖമസ്യതാം. ഒരേകാന്തമായ സ്ഥലത്ത് അവിടെ സുഖമായിട്ടിരിക്കുക. അതിനാണ് സുഖാസനം എന്ന് പറയും. അപ്പം ഇതുവരെ പറഞ്ഞതൊക്കെ യമനിയമങ്ങളാണ്. ഈ യമനിയമങ്ങൾ ആരാണോ ശീലിക്കുന്നത്, അവനെന്താണോ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്, അവൻ്റെ സർവാഭീഷ്ടങ്ങളും വളരെ എളുപ്പത്തിൽ അവന് സാധിക്കും എന്ന് ഭാഗവതം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു സംശയവും എനിക്കില്ല. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് എനിക്കിട്ട് അറിയൂല്ല.
അപ്പോൾ നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭഗവാൻ പറഞ്ഞ യമനിയമങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറേശ്ശെ ശീലിച്ചാൽ മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരു രാജ്യത്തിലേക്കും ഓടിപ്പോവണ്ട. എന്തിനാ വെറുതെ അന്യ രാജ്യങ്ങളിലേക്കൊക്കെ ഓടിപ്പോണത്? എന്തിനാ വിമാനത്തിൽ പറക്കണത്? എന്തിനാ ഓരോന്നിൻ്റെ പിന്നാലെ ഓടിപ്പോണത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭാഗവതത്തിൽ പറഞ്ഞ യമനിയമങ്ങൾ ശീലിച്ചാൽ ഏത് നാട്ടിലുള്ള ഏത് മനുഷ്യനും അവൻ താമസിക്കുന്ന വീട്ടിലിരുന്നിട്ട് തന്നെ എവിടേക്കും യാത്ര ചെയ്യാതെ ഒന്നും ചെയ്യാതെ അവൻ്റെ സർവാഭീഷ്ടങ്ങളും സാധിക്കും എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. പിന്നെ വേണ്ടതെന്താ? ഒരു ഏകാന്ത സ്ഥലത്ത് പോയിട്ട് അമ്മേ സുഖമായിട്ടിരിക്കണം. ഈ ദേവഹൂതി ഏറ്റവും ശ്രദ്ധിച്ചു കേട്ടത് അഷ്ടാംഗയോഗാണെന്ന് തോന്നും ഭാഗവതം വായിച്ച. ബാക്കിയുള്ളതൊന്നും അമ്മ അത്ര ശ്രദ്ധിച്ചില്ല. യമനിയമങ്ങൾ മുഴുവനും അമ്മ ശീലിക്കാമെന്ന് അപ്പോഴേ തീരുമാനിച്ചു. ഇനി അമ്മയ്ക്ക് താല്പര്യം ധ്യാനിക്കാനാണത്രേ. ഇതെന്താ ഇതിൻ്റെ കാരണം എന്ന് ഞാൻ കുറേ ഇരുന്നങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? ഈ ദേവഹൂതി തൻ്റെ ഭർത്താവായ കർദമ പ്രജാപതിയുടെ കൂടിയായിരുന്നല്ലോ കുറേ കാലം കാടുകളിലൊക്കെ താമസിച്ചിരുന്നത്. ഈ കർദമ പ്രജാപതി ഇടയ്ക്കിടയ്ക്ക് കണ്ണുമടച്ച് ആരെ ധ്യാനിക്കും? ഭഗവാനെ ധ്യാനിക്കും. അപ്പോൾ ആര് നോക്കിയിരിക്കും? ഈ ഭാര്യ ഇങ്ങനെ നോക്കിയിരിക്കും. സ്വതവേ തന്നെ ഭർത്താവിനെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. പിന്നെ അദ്ദേഹം ധ്യാനിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഭഗവാനെ ധ്യാനിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് വളരെ ശ്രദ്ധയോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവഹൂതിക്ക് തോന്നും, എനിക്ക് എന്നാ ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കാൻ കഴിയുക? അത് ഭഗവാൻ കേട്ടു അത്ര. അത് ഭഗവാൻ കേട്ടു. എന്നിട്ടാണ് ഭഗവാൻ തന്നെ ആ അമ്മയുടെ പുത്രനായിട്ട് അവതരിച്ച് എങ്ങനെയാണ് ഒരു ഭാഗത്ത് സുഖാസനത്തിലിരുന്ന് അമ്മേ എന്നെ ധ്യാനിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുക. അത് ഭഗവാന്റെ തിരുമുഖത്തുനിന്ന് കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണല്ലേ. ഭഗവാന് സംശയമൊന്നുമില്ല. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചോദിക്കുകയും ചെയ്യാം. അങ്ങനെ ആസനങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം. പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത് അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാണ് പ്രാണായാമം. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം. അടുത്തത് പ്രത്യാഹാരമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് മെല്ലെ 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 പിൻവലിക്കുന്നതിനാണ് ആ ശാസ്ത്രത്തിൽ പ്രത്യാഹാരം എന്ന് പറയാം. അപ്പം എന്തെല്ലാം പറഞ്ഞു? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. അടുത്തതാണ് കപിലമൂർത്തി വിസ്തരിച്ച് പറഞ്ഞത്. അതിൻ്റെ പേരാണ് ധാരണ. ധാരണ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയാണ്, കേട്ടോളൂ. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ഛനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാളജ്യോത്സ്നാഭിരാഹതമഹദ്ധൃദയാന്ധകാരം. എപ്പോഴും ഒരു ഭാഗത്തിരുന്ന് ഭഗവാന്റെ സഞ്ചിന്തയെ ഭഗവതശ്ചരണാരവിന്ദം, ഭഗവാന്റെ മനോഹരമായ പാദപത്മങ്ങൾ കുറേ നേരം ഇരുന്ന് ധ്യാനിക്കുക. ഭഗവാന്റെ പാദത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു പലതരത്തിലുള്ള രേഖകളുണ്ട്. എന്തൊക്കെ രേഖകളാണുള്ളത്? വജ്ര, അങ്കുശ, ധ്വജ, സരോരുഹ, ലാഞ്ചന, ആഢ്യം. ദേവഹൂതിക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. എന്താ കാരണം? ദേവഹൂതി ഭഗവാനല്ലേ കുട്ടിക്കാലത്ത് കണ്ടത്. ഈ ശ്രീകൃഷ്ണ ഭഗവാന് ബാലലീലകൾ ഉള്ളതുപോലെ കപിലമൂർത്തിക്കും ബാലലീലകൾ ഉണ്ടാവില്ലേ? ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ദേവഹൂതി എത്രയോ കാലമായി തൻ്റെ പുത്രനായ ഭഗവാനെ കാണാൻ തുടങ്ങിയിട്ട് ആ ഭഗവാന്റെ പാദത്തിലുള്ള രേഖകളെ പറ്റി അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ആ രേഖകളോട് കൂടിയ ഭഗവാന്റെ പാദം ധ്യാനിക്കണം. പിന്നെ ഭഗവാന്റെ കാൽമുട്ട് ധ്യാനിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ പീതാംബരം ധ്യാനിക്കുക, ഭഗവാന്റെ മനോഹരമായ ഉദരം ധ്യാനിക്കുക, ഭഗവാന്റെ കഴുത്തിലുള്ള വനമാല, മുത്തുമാല മുതലായതൊക്കെ ധ്യാനിക്കുക, കൗസ്തുഭരത്നം കുറേ നേരം സ്മരിക്കുക. പിന്നെ ഭഗവാന്റെ 4 കൈകളിലുള്ള ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ കാണുക. പിന്നെ ഭഗവാന്റെ തിരുമുഖം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ആ തിരുമുഖത്തിലുള്ള ഭഗവാന്റെ പുഞ്ചിരിയിലാണ് അവസാനം അമ്മയെ മനസ്സ് കൊണ്ടുപോയി നിർത്തേണ്ടത്. ദേവഹൂതിക്ക് പരമാനന്ദ എന്താ? ഉണ്ണിയെ ഇങ്ങനെ നോക്കി ധ്യാനിച്ചാൽ മതിയല്ലോ, പോരെ? സാക്ഷാൽ ഭഗവാനല്ലേ മുന്നിലിരിക്കണത്. അപ്പോൾ ദേവഹൂതിക്ക് ധ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. എത്രയോ കാലമായിട്ട് പരിചിതമാണ് ഭഗവാന്റെ രൂപം. ഇതൊരു ഭംഗിയാ കപിലമൂർത്തിയെ കാണാൻ. ആ കപിലമൂർത്തിയായ ഭഗവാനെ തന്നെ അമ്മ ഭഗവാൻ പറയുമ്പോൾ അങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ മനോഹരമായ പുഞ്ചിരി,
ആ പുഞ്ചിരിയെപ്പറ്റി എന്താ ഭഗവാൻ പറയണതെന്നറിയോ? ഹാസം ഹരേരവനതാഖില ലോക തീവ്രശോകാശ്രുസാഗര വിശോഷണം. ലോകത്തിലുള്ള മുഴുവൻ ദുഃഖിതന്മാരുടെയും എല്ലാ ദുഃഖങ്ങളുടെ സമുദ്രത്തെയും വറ്റിക്കാൻ കഴിയുന്നതാണ് ഭഗവാന്റെ പുഞ്ചിരി. അങ്ങനെ സാഹിത്യം എന്നും പറഞ്ഞാൽ നമുക്കങ്ങോട്ട് ദഹിക്കില്ല അല്ലേ? എന്ത് ദുഃഖമുണ്ടെങ്കിലും മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഇന്ന് പലരും ആത്മഹത്യ ചെയ്യുകയാണ് പതിവല്ലേ. ദുഃഖമുണ്ടായാൽ ആൾക്കാർ ആത്മഹത്യക്ക് പോകുന്നു. ചെയ്യരുത്. ദുഃഖം വന്നാൽ ഒരു ഭാഗത്തിരിക്കുക, ഭഗവാന്റെ മനോഹരമായ പുഞ്ചിരി ധ്യാനിച്ചാൽ മതി. നിങ്ങളുടെ ഏത് ദുഃഖമാണെങ്കിലും ആ ദുഃഖം അല്പസമയത്തിനകം നിങ്ങളുടെ വിട്ടുപോകുന്നതാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുഞ്ചിരി ഓർമ്മിച്ചാൽ മതി. ആത്മഹത്യ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മിക്കുക? എപ്പോഴെങ്കിലും എനിക്ക് ചാവണം എന്നോട് തോന്നിയാൽ പുഞ്ചിരി 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 ഈ 3 അക്ഷരം മറക്കാണ്ടിരിക്കുക. ആർക്കാ എപ്പോഴാണ് തോന്നുകയെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്ത് ഈ ലോകം വിട്ട് പോകണം തോന്നുമ്പോൾ നിങ്ങൾ ഏത് പദം പറയേണ്ടത്? പുഞ്ചിരി. എന്നിട്ട് ആരുടെ പുഞ്ചിരി ധ്യാനിക്കുക? ഭഗവാന്റെ പുഞ്ചിരി ധ്യാനിച്ചാൽ മതി. നിങ്ങളുടെ പ്രശ്നം ഏതാണെങ്കിലും അത് നിമിഷ നേരം കൊണ്ട് ആര് പരിഹരിച്ചു തരും? ഭഗവാൻ പരിഹരിച്ചു തരും. ഇതെല്ലാവരോടും പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു ഭാഗത്തിരിക്കുക, ഭഗവാന്റെ ആ തിരുമുഖം ധ്യാനിക്കുക, ഭഗവാന്റെ പുഞ്ചിരി ധ്യാനിക്കുക. നിങ്ങൾക്ക് പിന്നെ ആത്മഹത്യ ചെയ്യാനേ തോന്നില്ല. അത്ര പ്രാധാന്യമുണ്ട് ഭഗവാന്റെ പുഞ്ചിരിക്ക്. അപ്പോൾ ലോകത്തിലുള്ള എത്രയോ 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 ആത്മഹത്യാ പ്രവണതയുള്ള മനുഷ്യരെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗവും ആര് പറഞ്ഞു തരുന്നു? ഭാഗവതം പറഞ്ഞു തരുന്നു. ഇത് നിങ്ങൾ നാടൊട്ടുക്കും ഉറക്കെ വിളിച്ച് പറയണം. എത്ര പേരാ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യണതല്ലേ? പാവം, അവർക്കിത് അറിയാത്തത് കൊണ്ടാണ്. ആ പ്രവണതയുള്ള ആളുടെ ഉള്ളിലിങ്ങനെ തോന്നുമത്രേ എത്രയും പെട്ടെന്ന് മരിക്കാം. അപ്പോൾ അവർ അതിന് വേണ്ട സന്നാഹങ്ങളൊക്കെ ഒരുക്കൂട്ടും. അതുകൊണ്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗവും ഭഗവാൻ പറയുന്നു. അതാണ് ഭഗവാന്റെ പുഞ്ചിരി ധ്യാനിക്കൽ. അപ്പോൾ യോഗികളാണ് ഇതൊക്കെ ചെയ്യുക. നമ്മൾ യോഗിയൊന്നും ആവണ്ട, ആർക്കും ധ്യാനിക്കാം. അങ്ങനെ ഭഗവാന്റെ പുഞ്ചിരി ധ്യാനിച്ചാൽ ധാരണ പൂർണ്ണമായി. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. ധാരണ കഴിഞ്ഞാൽ അടുത്തതാണ് ധ്യാനം. അപ്പോൾ ഭഗവാനെ മാത്രം ധ്യാനിച്ചിരിക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനവും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൻ്റെ പേരെന്താ? ആദ്യം തൊട്ട് പറഞ്ഞു നോക്കണം അല്ലേ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം. അവസാനത്തെ ഘട്ടത്തിൻ്റെ പേരാണ് സമാധി. അപ്പോൾ സമാധിയാകുന്ന ഒരബ്ധിയിൽ, ഒരു സമുദ്രത്തിൽ ആര് മുങ്ങിയിരിക്കും? ആ യോഗി മുങ്ങിയിരിക്കും. അങ്ങനെ സമാധിയാകുന്നൊരു സമുദ്രത്തിൽ ആ യോഗി ഇങ്ങനെ മുങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ശരീരം പോലും മറക്കാൻ കഴിയും. ശരീരത്തെ പറ്റിയൊന്നും ഓർമ്മയുണ്ടാവില്ല. ശരീരത്തെ എന്നാണോ നിങ്ങൾ പൂർണ്ണമായിട്ടും വിസ്മരിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് പരമാനന്ദമുണ്ടാവുക. ഭഗവാൻ പറയുകയാണ്, അങ്ങനെ എല്ലാം മറന്ന് ഈ യോഗി എന്ത് ചെയ്യുന്നു? പരമാനന്ദ സാഗരത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയും. അപ്പം അമ്മയോട് ഭഗവാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഈ അഷ്ടാംഗയോഗമൊക്കെ നല്ലതുപോലെ മനസ്സിലായല്ലോ. ഉണ്ണി, എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഇത് മാത്രമല്ല, ഞാൻ എത്രയും പെട്ടെന്ന് ഇനി എന്ത് തുടങ്ങാൻ പോവുകയാണ്? ഭഗവാനെ ധ്യാനിക്കാൻ പോകും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണത്. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ എന്ത് പറഞ്ഞത്? ഈ ജ്ഞാനം, അതുപോലെ തന്നെ വൈരാഗ്യം മുതലായിരിക്കുന്ന കാര്യങ്ങൾ. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിന ക്ഷേമായ പാദമൂലം മേ പ്രവിശന്ത്യഹുതോ ഭയം. ഇങ്ങനെ അഷ്ടാംഗയോഗങ്ങളൊക്കെ ശീലിക്കുന്ന യോഗികൾ പോലും എന്ത് കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുക? ഭക്തി ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെ ധ്യാനിക്കുന്ന, ഞാനിതിന് 2 തവണ പറയുന്നതെന്ന് പറയും, ആവർത്തിച്ചുറപ്പിക്കണം എന്നാ പറയുക. ഭാഗവതത്തിലെ ആശയങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് 1000 തവണ പറഞ്ഞു കൊടുത്ത് അത് ഉറപ്പിക്കണം. അത് ആചാര്യൻ്റെ ചുമതല. ചെല്ലുകൾക്ക് എന്തിനാ തിരുമേനി ഇതിങ്ങനെ പറഞ്ഞു തന്നെ പിന്നെയും പറയണതല്ലേ? നിങ്ങളുടെ സ്ഥിരം സ്വഭാവം മാറാനാണ്. സ്വതവേ മനുഷ്യരുടെ സ്ഥിരം സ്വഭാവം എന്താ? ചർവിത ചർവണം.
ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ കാണുന്ന സുഖങ്ങളൊക്കെ ഇന്ന് അനുഭവിച്ചു, അത് തന്നെയല്ലേ നാളെ അനുഭവിക്കണത്, അത് തന്നെയല്ലേ മറ്റന്നാളും അനുഭവിക്കണത്. ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു, നാളെ രാവിലെ അതല്ലേ ചെയ്യണത്. ഇന്നുച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചു, നാളെ അതല്ലേ ചെയ്യണത്. ഇന്ന് രാത്രി കിടന്നുറങ്ങി, നാളെ രാത്രി അതന്നെയല്ലേ ചെയ്യണത്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ എത്ര വേണമെങ്കിലും ആവർത്തിക്കാം, അതിന് വിരോധമില്ല. ആധ്യാത്മികമായ തത്വം ആവർത്തിച്ചാൽ എന്താ തിരുമേനി ആവർത്തിക്കണമെന്ന് അങ്ങനെ പറയരുത്. അതുകൊണ്ട് ചർവിത ചർവണം നിർത്തിവെക്കുക. ലോകത്തിലുള്ള എല്ലാ നിസ്സാരമായ സുഖങ്ങളെയും നിർത്തിവെച്ച് ഇനി മുതൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവിൻ്റെ രസം എന്താണെന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് രസം കിട്ടാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരിടത്തേക്കും ഓടിപ്പോവേണ്ടതില്ല. ഇതെല്ലാ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ നാട് വിട്ട് അന്യരാജ്യങ്ങളിലേക്ക് പോവുക. അപ്പം എന്തിനാ അന്യരാജ്യങ്ങളിൽ? അവിടെ എന്താണുള്ളത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല അന്യരാജ്യങ്ങളിൽ എന്താ ഉള്ളത്. എന്തിനാ അങ്ങനെ പോണത്? ഒരാവശ്യമില്ല. നമ്മളെവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ വലിയൊരു രത്നഖനിയാണ്. മനസ്സിലായില്ല അല്ലേ? കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് കുഞ്ഞുങ്ങളെ, നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് എന്തുണ്ട്? രത്നഖനിയുണ്ട് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ നാട് വിട്ട് ഏതൊക്കെയോ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നതല്ലേ. അതുകൊണ്ട് അത് ചുരുക്കി പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത പരിപാടിയാണ്. ഇപ്പം നമ്മളെവിടെയാണോ താമസിക്കുന്നത്, ഇപ്പം നിങ്ങളൊക്കെ പത്തനംതിട്ടയിൽ താമസിക്കുന്നു, നിങ്ങളെന്തിനാ ഈ പത്തനംതിട്ട വിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം പത്തനംതിട്ട എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു സ്വർണ്ണഖനിയാണ്. എന്നിട്ട് തിരുമേനി ഇതുവരെ പെടുന്ന സ്വർണ്ണം ആരും കുഴിച്ചെടുത്തു എന്ന് കേട്ടിട്ടില്ല. വിവരമില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എന്നോട് ചോദിക്കാഞ്ഞിട്ടല്ലേ? എന്നോട് ചോദിക്കരുതല്ലേ? പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കേരളത്തിൽ അവസാനമായിട്ട് രൂപീകൃതമായ ഒരു ജില്ലയാണ്. ശബരിമലയൊക്കെ ഉൾപ്പെടുന്ന പത്തനംതിട്ട. അവിടെയാണല്ലോ ഞാനിപ്പോൾ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കണു. നിങ്ങളൊക്കെ ഈ ജില്ലയിലുള്ളവരാണെന്ന് വിചാരിക്കണം. ഞാൻ കോഴിക്കോട്ട് നിന്ന് വന്നതാണ്. അപ്പം പത്തനംതിട്ട രത്നഖനിയാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും അറിയാത്തതിന് ഞാനല്ലല്ലോ ഉത്തരവാദി. അതുകൊണ്ട് കുട്ടികളോട് പറയണം, കുട്ടികളെ അമേരിക്കയിൽ പോണ്ട, കാനഡയിൽ പോണ്ട, ഒരിടത്തും പോണ്ട, ഓസ്ട്രേലിയക്ക് എന്തിനു പോവുക? ഇതാണ് ഭാഗവതം നമ്മളോട് പറയണത്. നമ്മളെവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നാൽ മതി. അവിടെ ഇരുന്നിട്ട് സാധനകൾ ചെയ്യുക. ആധ്യാത്മികമായ സാധന ചെയ്യുന്നവൻ കഴിയുന്നതും യാത്രകൾ ഉപേക്ഷിക്കണം. ശരിക്കും മനസ്സിലാക്കി. ആധ്യാത്മികമായ സാധനകൾ ചെയ്യുന്നവൻ ആദ്യം ചെയ്യേണ്ടത് യാത്രകൾ ഒഴിവാക്കുക. എന്നിങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് സാധനയിൽ പുരോഗമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാൻ കപിലവാസുദേവർ പറയുന്നു, ഈ മാർഗം വളരെ നല്ലതാണ്. അപ്പോൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന യോഗികൾക്ക് പോലും പ്രിയങ്കരമാണ് ഏത്? ഭക്തിമാർഗം അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യമേ നമ്മളോട് പറഞ്ഞു, എന്ത്? ഭക്തിം മോഹ പ്രവഹതാം തുയിമേ പ്രസംഗോ ഭൂയാദനന്ദമഹതാമലാശയാനാം. ആ ഭക്തി ഇങ്ങനെ പ്രവഹിക്കുന്ന ഭക്തന്മാരുടെ കൂടെ ഇരിക്കണം എന്ന് ആര് കൊതിക്കും? യോഗികൾ പോലും കൊതിക്കും അത്രേ. ഞങ്ങൾക്ക് ഭക്തന്മാരുടെ കൂടെ ഇരിക്കണം. അങ്ങനെ ഭക്തന്മാരുടെ കൂടെ ഇരുന്നാൽ മഹതാം അമലാശയാനാം. ആ ഭക്തന്മാരുടെ ആശയം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നൊരർത്ഥമുണ്ട്. ഭക്തന്മാരുടെ മനസ്സ് അമലമാണ്. അവിടെ യാതൊരു മാലിന്യങ്ങളുമില്ല. ആ മാലിന്യങ്ങളൊന്നുമില്ലാത്ത ഭക്തന്മാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇന്നുമുണ്ട്. ശുദ്ധഹൃദയന്മാരാണ്. അത്തരത്തിലുള്ള ശുദ്ധഹൃദയം കൈവശമുള്ള ആ ഭക്തന്മാരുടെ കൂടെ ഇരുന്നാൽ നമുക്ക് ശരിയായ ഭക്തി ഉണ്ടാവുമെന്ന് ഭാഗവതത്തിൽ എത്രയോ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഏന, ആ ഭക്തി കൊണ്ട് അഞ്ജസ പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പ്രയാസവും കൂടാതെ ഉൽബണമുരുവ്യസനം, ഈ ഭയങ്കരമായിരിക്കുന്ന സംസാരസാഗരത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയും. ഭവൽ ഗുണകഥ ആമൃത പാനമത്ത. ഭക്തന്മാരുടെ കൂടെ ഇരുന്നാൽ അവരെന്താ ചെയ്യുക? അവർ നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യിക്കില്ല. അവർ നിങ്ങളോട് പറയും കേട്ടോളൂ എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഭവദ്ഗുണകഥാമൃത പാനമത്ത. അവർ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരുടെ കഥ? ഭഗവാന്റെ കഥ. ഭക്തന്മാർ വേറൊന്നും ചെയ്യും, മഹാത്മാക്കൾ വേറൊന്നും ചെയ്യില്ല.
മഹാത്മാക്കളെ നമ്മൾ സമീപിച്ചാൽ അവർ പറയും എല്ലാ കർമ്മങ്ങളും നിർത്തിവെക്കുക. കാരണം കർമ്മം ചെയ്തിട്ടൊരിക്കലും മോക്ഷം നേടാൻ പറ്റില്ല എന്ന് വേദം പറയും. കർമ്മം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ വല്ല വിചാരമുണ്ട് ഇത് മാറ്റി വെച്ചോളൂ. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മോക്ഷം നേടാൻ പറ്റില്ല. കാരണം കർമ്മമാർഗം അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് ആ കർമ്മമാർഗങ്ങളൊക്കെ മാറ്റിവെച്ച് കർമ്മങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ഒന്നുകിൽ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുക, അല്ലെങ്കിൽ യോഗമാർഗത്തിൽ സഞ്ചരിക്കുക. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ഭഗവാൻ പറയുന്നതിൻ്റെ വേറൊരു മാർഗമുണ്ട്. അതിൻ്റെ പേരാണ് അമ്മേ സാഖ്യം. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ എനിക്ക് ആ സാഖ്യമാർഗം കൂടി ഉണ്ണി നീ ഒന്ന് പറഞ്ഞു തരുമോ? അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? 2 അധ്യായങ്ങളെ കൊണ്ട് സാഖ്യയോഗം വളരെ വിസ്തരിച്ച് ആർക്ക് പറഞ്ഞു കൊടുത്തു? ദേവഹൂതി എന്ന അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതതേ സംപ്രവക്ഷ്യാമി. പക്ഷ്യാമി എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നർത്ഥം. പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ പറയുന്നു എന്നർത്ഥം. സംപ്രവക്ഷ്യാമി എന്ന് പറഞ്ഞാലോ പറഞ്ഞത് മനസ്സിലായില്ല തോന്നുന്നു അല്ലേ? വക്ഷ്യാമി എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ പറയുന്നു എന്നാണ് അർത്ഥം. ഞാൻ സാഖ്യയോഗം അമ്മയ്ക്ക് പറഞ്ഞു തരാം എന്നർത്ഥം. പ്രവക്ഷ്യാമി, എന്ന് പറയുന്നത് ഒരു ഉപസർഗം ചേർക്കുക എന്നാണ് പറയാം. ഒരു ഉപസർഗം ചേർക്കുമ്പോൾ പ്രകർഷേണ പറഞ്ഞു തരാം എന്നർത്ഥമായില്ലേ? അതിൻ്റെ കൂടെ ഒരു ഉപസർഗം കൂടി ചേർത്തു, സം. സം കൂട്ടണം, കൂട്ടണം, വക്ഷ്യാമി. അത് 3 ചേരുമ്പോഴാണ് സംപ്രവക്ഷ്യാമി എന്നുള്ള ക്രിയാപദം ഉണ്ടാവുക. അപ്പോൾ ഭഗവാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, അഥതേ സംപ്രവക്ഷ്യാമി. അമ്മയ്ക്ക് ഞാൻ ഈ സാഖ്യയോഗം കൃത്യമായിട്ട് മണിമണിയായിട്ട് പറഞ്ഞു തരാം. ഞാനതെൻ്റെ അമ്മയല്ലേ, അമ്മയ്ക്കല്ലാതെ പിന്നെ ഞാൻ ആർക്കാ പറഞ്ഞു കൊടുക്കുക അല്ലേ? നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ സംശയമുണ്ട്, ഈ ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ പുരുഷന്മാരെ പോലെ സ്ത്രീകൾ ചെയ്യുവാൻ പാടുണ്ടോ എന്നും നമ്മുടെ നാട്ടിലുള്ള സംശയമാണ്. ഇപ്പോഴും പലർക്കും ഈ സംശയം തീർന്നിട്ടുമില്ല. കപിലോപദേശം വായിച്ചാൽ മനസ്സിലാവും ഇവിടെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ആധ്യാത്മികമായ സാധനങ്ങൾ എല്ലാ മനുഷ്യർക്കും ചെയ്യാം. സ്ത്രീയോ പുരുഷനോ, ഈ രണ്ടുമല്ലാത്ത വല്ല ആടാണെങ്കിൽ നപുംസകമാണെങ്കിൽ അവർക്കും ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന ആൾക്കാർ മാത്രമേ സാധന ചെയ്യാവൂ എന്ന് ഭാഗവതത്തിലോ വേദങ്ങളിലോ ഉപനിഷത്തിലോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഗാർഗിയുടെയും മൈത്രേയിയുടെ ഒക്കെ കഥ പുരാണങ്ങളില്ലേ? ഗാർഗി സ്ത്രീയായിരുന്നു, മൈത്രേയി സ്ത്രീയായിരുന്നു. അവരൊക്കെ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയവരാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാർക്ക് സംശയമുണ്ട്, സ്ത്രീകൾക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ സംശയിക്കേണ്ട, പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസം ഭാഗവതത്തിൽ പറയുന്നില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദേവഹൂതിയല്ലേ? അല്ലേ? കപിലവാസുദേവന് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, സകല യോഗങ്ങളും വളരെ വിസ്തരിച്ച് ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? സ്ത്രീയായ തൻ്റെ സ്വന്തം അമ്മയായ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമോ? ഇത് സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ പാടില്ലെങ്കിൽ? ഇപ്പോൾ സൂര്യ നമസ്കാരം ചിലക്കൊരു വിചാരമുണ്ട് പുരുഷന്മാർ മാത്രമേ ചെയ്യാവൂ. അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും എന്ത് ചെയ്യാം? സൂര്യ നമസ്കാരം ചെയ്യാം. പൂജ പുരുഷന്മാർ ചെയ്യണത് പോലെ തന്നെ ആർക്കും ചെയ്യാം, സ്ത്രീകൾക്കും ചെയ്യാം. ഞാനൊരൊറ്റ ഗ്രന്ഥത്തിലും വായിച്ചിട്ടില്ല സ്ത്രീ പൂജ കഴിക്കരുത്. എത്ര ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചു, ഒരു ഗ്രന്ഥത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല സ്ത്രീ. ഞാൻ വായിച്ചതാണ് കേട്ടോ, ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ എനിക്കുണ്ടാവും, ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളുണ്ടാവും. ഞാൻ വായിച്ച പുസ്തകത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല സ്ത്രീ പൂജ കഴിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറയില്ലേ? അപ്പം അങ്ങനെ ഇല്ല, അതൊരു തെറ്റായ ധാരണയാണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം? എല്ലാ തരത്തിലുള്ള സാധനങ്ങളും എല്ലാ മനുഷ്യർക്കും ചെയ്യാം. നമുക്ക് ഏതിനോടാണോ താല്പര്യം അത് ചെയ്താൽ മതി. ഇപ്പം സാഖ്യയോഗത്തിനോട് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ആ സാഖ്യയോഗം സ്വീകരിച്ചിട്ട് പരമപദത്തെ പ്രാപിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് യദ്വിദിത്വാ വിമുച്ഛേദ പുരുഷ പ്രാകൃതേർഗുണൈഹി. പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയും. പ്രകൃതിയുടെ ഗുണങ്ങളാണ് പിന്നീട് ഭഗവാൻ പറയുന്നത്. അപ്പം അതിൽ പ്രകൃതിയുമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ഭാഗവതം കേൾക്കുമ്പോൾ ചില നേരത്തെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയൊക്കെ പോകുമല്ലേ? ഒരമണിക്കൂർ ഒരു പ്രഭാഷണമൊക്കെ കേട്ടാൽ ആധുനികന്മാരൊക്കെ അങ്ങനെയാണ് പറയാം, അധിക നേരമൊന്നും മനുഷ്യനങ്ങനെ ശ്രദ്ധിച്ചിരിക്കാനുള്ളൊരു കഴിവില്ല അത്രേ. അപ്പോൾ പിന്നെ ഞങ്ങളെന്താ ചെയ്യുക? 2 നാമം ചോദിച്ചോളാൻ പറയും. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധ പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് നാമം ചോദിച്ചിട്ട് സംഖ്യം പറയാം. അപ്പം നാമം ചോദിച്ചോളൂ, എൻ്റെ കൂടെ അങ്ങ് ചോദിച്ചു. നാരായണ നാരായണ
നാരായണ നാരായണ രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ